സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരെയും ധിക്കരിച്ചുകൊണ്ട് ഷാരിയുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് തെറ്റ് പറയാനൊന്നുമില്ല. പക്ഷേ എങ്കിലും വിവാഹം കഴിക്കാനൊന്നും താല്പര്യമില്ല, തനിക്ക് എന്ന് വിവാഹം കഴിക്കാൻ തോന്നുന്നു അന്നേ വിവാഹം കഴിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രാധികയുടെയും മാധവൻ്റെയൊക്കെ മനസ്സ് വല്ലാണ്ട് വേദനിപ്പിക്കുന്നു. അവരെ സംബന്ധിച്ച് തൻ്റെ മകൾ വിവാഹം കഴിച്ച് കാണണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. പണ്ടത്തെ കാലത്തുള്ളവർ അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ്. എങ്കിലും ഷാരി അതിനൊന്നും ചെവി കൊള്ളുന്നേയില്ല. ദേവിക പോലും നീ സ്നേഹിക്കുന്ന ആരെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, വിവാഹം നടത്തി തരാൻ ഞാൻ കൂട്ടു നിൽക്കാമെന്നൊക്കെ പറയുമ്പം ഷാരിക്ക് അതിനെ വെറും ഒരു തമാശ മട്ടിനെയാണ് കാണുന്നത്. തനിക്ക് ഇങ്ങനൊരു ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം തുറന്നു പറയേണ്ട ആവശ്യം പോലും ഇല്ല. പിന്നെ പറഞ്ഞത് എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ പുറത്താ, അത് മറ്റാരും അങ്ങനെ ദുരുപയോഗം ചെയ്യേണ്ട എന്നുള്ളൊരു നിലപാടിലാണ് ഷാരിക. എന്തായാലും സ്നേഹിക്കുന്ന പയ്യനെ കാണാൻ പോകുന്ന ആ സമയത്ത് തന്നെ ഗിരീഷ് മാഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം ഗിരി എന്തായാലും ഷാരിക സ്നേഹിക്കുന്നത് ആരെയാണെന്നുള്ള കാര്യം വ്യക്തമായിട്ടും നേരിട്ട് കണ്ട് മനസ്സിലാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും സംസാരവും അതുപോലെ രീതികളും ഒക്കെ കണ്ടിട്ട് ഷാരിക പോലും ആദ്യമായിട്ടാണോ കാണുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. സംസാരം കേട്ടിട്ട് ഷാരിക സ്നേഹിക്കുന്ന പയ്യൻ ഋഷിയാകാനാണ് സാധ്യത. ഋഷിയാണ് ഇനി ഷാരികയെ സ്നേഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഷാരികയോട് കാണിക്കുന്ന ഈ സ്നേഹം പോലും സത്യമാണോ, അതോ ഇനി ദേവികയും ചന്ദ്രോത്ത് വീട്ടുകാരും തകർക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണോ എന്ന് പോലും സംശയിക്കേണ്ടതുണ്ട്. എന്തായാലും രജനിയാണെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിൽ ഗിരീഷ് മാഷിൻ്റെ ഒരു അഭിപ്രായവും അനുവാദവും മേടിച്ചിട്ട് പോകുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫയൽ ദേവിക കാരണം നഷ്ടമായല്ലോ, അത് തൻ്റെ വീട്ടിലുള്ള ആരും കാരണമായിരിക്കില്ല. ഫയൽ നഷ്ടമായതിൻ്റെ പിന്നിൽ എല്ലാം ദേവികയുടെ തെറ്റ് തന്നെയാണെന്നുള്ള രൂപത്തിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പ്രഭാവതിയും അതുപോലെ സിദ്ധാർത്ഥൻ സാറും രജനിയെ വിലക്കുന്നുണ്ട്. മോളെ, ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, ദേവികയെ വിഷമിപ്പിക്കാൻ പാടില്ല. ഇപ്പം തന്നെ കെ നായരുടെ പ്ലാൻ അനുവദിക്കാൻ കാരണക്കാർ ആരാണെന്നുള്ള കാര്യം മോളും കൂടി അറിഞ്ഞു കാണുമല്ലോ. ആ സമയത്ത് ഇനി ഈ കാര്യം കൂടി പറഞ്ഞ് ദേവിക മോളെ കുറ്റപ്പെടുത്തേണ്ട, അവൾ അറിഞ്ഞിട്ടല്ല ആ ഫയൽ കാണാതായെന്ന് സിദ്ധാർത്ഥനാണെങ്കിൽ ദേവിക്ക് വേണ്ടിയിട്ട് വീണ്ടും നിലകൊള്ളുന്നുണ്ട്. മുമ്പാണെങ്കിൽ കെ നായരുടെ പ്ലാന്റ് അദ്ദേഹം പറഞ്ഞിട്ട് പോലും കേൾക്കാതെ ഒപ്പിട്ട് കൊടുത്തതിൻ്റെ പേര് നല്ല ദേഷ്യം ദേവികയോടുണ്ടായതുകൊണ്ട് തന്നെ രജനി കുറ്റപ്പെടുത്തുമ്പോൾ മൗനസമ്മതം എന്ന രൂപത്തിൽ നിന്ന് കേൾക്കുന്ന ആൾ തന്നെ ഇപ്പം ദേവികയ്ക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഫയൽ നഷ്ടമായതിൻ്റെ പേര് രാധാകൃഷ്ണ മിനിസ്റ്ററും ത്യാഗരാജനും മന്ത്രിയും എല്ലാവരും കൂടി ചേർന്ന് ചന്ദ്രോത്ത് വീട്ടിനെ വട്ടം ചുറ്റിക്കുമ്പോഴും ഒന്നും കണ്ടില്ല കേട്ടില്ല ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിന് നന്ദനാണെങ്കിൽ സ്വന്തം ഭാര്യയെ ഒറ്റുകൊടുക്കുന്നുണ്ട്. അവൾ ഇത്രയധികം വിഷമിക്കുന്നത് കണ്ടിട്ട് പോലും നന്ദനാണെങ്കിൽ നടന്ന കാര്യങ്ങൾ, ഋഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം തുറന്നു പറയേണ്ടതിന് പകരം ഇസബെല്ലയ്ക്കും കെവിനും വിഷമമാകും. പ്രത്യേകിച്ച് ഇസബെല്ലയ്ക്ക് സങ്കടം വരാൻ പാടില്ല. തനിക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്ത ഇസബെല്ലയ്ക്ക് സ്നേഹം തോന്നാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാം എന്നുള്ള രൂപത്തിനാണ് നന്ദൻ്റെ പെരുമാറ്റവും നിലനിൽപ്പും. ഇസബെല്ലയാണെങ്കിൽ നന്ദനെ ഒന്നി സ്വന്തമാക്കുക, അല്ലെങ്കിൽ നന്ദനെ സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ദേവികയും നന്ദനുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ അവരായിട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് എന്നെങ്കിലും കെ നായരുടെ പ്ലാന്റ് അനുമതിയില്ലാതെ ദേവിയെയും കൊണ്ട് പ്രഷർ ചെയ്ത് ഒപ്പിടിപ്പിച്ചത് തങ്ങളാണെന്ന്, അല്ലെങ്കിൽ ഋഷി ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞാലോ, അല്ലെങ്കിൽ ഈ ഫയൽ നഷ്ടമായതിൻ്റെ പിന്നിൽ കേസും അന്വേഷണമൊക്കെ വന്ന് ഇസബെല്ലയ്ക്കും അതുപോലെ ഡിവൈഎസ്പിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ ആ കുറ്റങ്ങളെല്ലാം നന്ദൻ്റെ തലയിൽ ചാർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ലൂപ്പ് പോയിൻറ്റും ഒപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യപടി എന്നോണമാണ് അരുന്ധതി മേഡത്തിൻ്റെ കയ്യിലിരുന്ന ആ വണ്ടി മേടിച്ച് നന്ദൻ്റെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യമാണ്. ഇത്രയധികം ക്യാഷ് ചിലവാക്കി നന്ദന് മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്ന സമയത്താണ് തൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇസബെല്ല തുറന്നു പറയുന്നത്. അധികം താമസിക്കാതെ ഗിരീഷ് മാഷും സിദ്ധാർത്ഥൻ സാറും മുരളിയും നമ്മുടെ ദേവികയും എല്ലാവരും ചേർന്നും ഇതിൻ്റെ പിന്നിലുള്ള കള്ളക്കളികൾ വെളിച്ചത്ത് കൊണ്ടുവരുമെങ്കിലും നന്ദനെ ഇനി ആർക്കും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. സ്വന്തം ഭാര്യയെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒറ്റുകൊടുത്ത നന്ദൻ്റെ ഈ പെരുമാറ്റത്തിനോട് ദേവിക എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്? ഇതിലും ഭേദം ദേവിക മിക്കവാറും നന്ദനെ ഉപേക്ഷിച്ച് തൻ്റെ MLA സ്ഥാനം, താൻ ഏറ്റെടുത്ത കർത്തവ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട്, സമാധാനത്തിൽ നിറവേറ്റണമെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ. ദേവിക അറിഞ്ഞും അറിയാതെയും പല കാര്യങ്ങളിലായി നന്ദൻ ഇടപെടുന്നുണ്ട്. അച്ഛൻ MLA ആയിരുന്നപ്പോൾ ആ ഒരു സാഹചര്യമല്ല ദേവിക MLA ആയപ്പോഴുണ്ടായിരുന്ന സാഹചര്യം. കാരണം എന്തിലും ഏതിലും നന്ദനാണ് അഭിപ്രായം പറയുകയും അല്ലെങ്കിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിനോട് ഇനി ദേവികയ്ക്ക് എന്തായാലും പൊരുത്തപ്പെടാൻ സാധിക്കില്ല.
നന്ദൻ്റെ ഈ കള്ളക്കളി മനസ്സിലാക്കുന്ന ദേവിക എന്തായാലും ചന്ദ്രോത്ത് വീട്ടിൽ നിന്ന് പടിയിറങ്ങാനുള്ള സാധ്യതയെല്ലാം കാണുന്നു. ശാരിക അതിന് മുന്നോടിയായിട്ട് പലവട്ടം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയധികം തെറ്റ് ചെയ്തിട്ടും ചേച്ചി എന്തിനാണ് വീണ്ടും ചന്ദ്രോത്ത് വീട്ടിൽ തുടരുന്നത് എന്ന് ശാരിക തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ ഫയൽ നഷ്ടമായതിൻ്റെ പിന്നിലും നന്ദനാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദേവിക എന്തായാലും ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കും. കാത്തിരിക്കാൻ എന്താകുമെന്ന്.